അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്ഭുതങ്ങൾ ഇപ്പോഴും നടക്കുമോ എന്ന്? വിശ്വസിക്കൂ, ഭൂമിയിലൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്നും അത്ഭുതങ്ങൾ ആളുകളെ അമ്പരപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു അത്ഭുതങ്ങൾ നൽകിയിരുന്നു. അവ ദൈവത്തിൻ്റെ ശക്തിയുടെയും കരുണയുടെയും തെളിവായിരുന്നു. സാധാരണയായി പ്രവാചകന്മാർ മരിച്ചാൽ അവരുടെ അത്ഭുതങ്ങളും നിന്നുപോകും. പക്ഷേ നബിതങ്ങൾ അങ്ങനെയല്ല. അവന്റെ മഹത്വം അവന്റെ ജീവിതകാലത്തിനപ്പുറവും നീണ്ടു നിൽക്കുന്നു. മദീനയിലെ അവന്റെ ഖബറിടം ഒരു പുണ്യസ്ഥലമാണ്. എല്ലാ ദിവസവും ആയിരങ്ങൾ അവിടെ എത്തുന്നു. പലരും ആത്മീയ അനുഭവങ്ങളും അത്ഭുതകരമായ കാര്യങ്ങളും പറയാറുണ്ട്. നബിയുടെ ഖബറിന് ചുറ്റും നൂറ്റാണ്ടുകളായി അത്ഭുതങ്ങൾ നടക്കുന്നു. 683 ഒരു വലിയ ആക്രമണം മദീനയിൽ നടന്നു. യാസിദിന്റെ സൈന്യം നഗരം മുഴുവൻ തകർത്തു. വീടുകളും പുണ്യസ്ഥലങ്ങളും എല്ലാം നശിച്ചു. പക്ഷേ എല്ലാം തകർന്നപ്പോഴും നബിയുടെ ഖബർ അതേപടി നിന്നു. ഒരു ദൈവിക സംരക്ഷണം അതിനെ കാത്തു. ഇതൊരു യാദൃച്ഛികമല്ല, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ തെളിവായിരുന്നു. 886 AH ഒരു വലിയ തീപിടുത്തം മസ്ജിദിനെ ബാധിച്ചു. നബിയുടെ ഖബറുള്ള ഭാഗത്തിനും അറ്റകുറ്റപ്പണി വേണ്ടി വന്നു. അന്നൊരു പണ്ഡിതനായ ആലി അഹ്മദ് അൽ സമ്മി എന്നയാൾക്ക് അവിടം വൃത്തിയാക്കാൻ അവസരം കിട്ടി. അവൻ അകത്തു കയറിയപ്പോൾ 800 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്വർഗീയ സുഗന്ധം അനുഭവിച്ചു. അവന് തോന്നി നബിതങ്ങൾ അവിടെ കൂടെയുണ്ടെന്ന്. സാധാരണ ശരീരം 6 അടി മണ്ണിനടിയിൽ വേഗം നശിക്കും. പക്ഷേ നബിയുടെ ഖബറിടം ഇന്നും ഒരു പൂന്തോട്ടം പോലെ സുഗന്ധം പരത്തുന്നു. ഇലാസ് എന്ന ഒരു പാകിസ്ഥാനി മക്കയിലും മദീനയിലും പുണ്യസ്ഥലങ്ങൾ ശുശ്രൂഷിക്കാൻ ജോലി കിട്ടി. അവൻ മസ്ജിദ് നബവിയിൽ ഗോപുരവും ഖബറിന് ചുറ്റുമുള്ള സ്ക്രീനുകളും വൃത്തിയാക്കി. ഭാരമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അവന് ആത്മീയ ശക്തി തോന്നി. അവൻ പറഞ്ഞു, മാലാഖമാർ തന്റെ ഭാരം പങ്കിടുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒരു ബംഗ്ലാദേശി സഹപ്രവർത്തകനും ഇതുപോലെ പറഞ്ഞു. അവന് ശക്തി കുറവായിരുന്നു, പക്ഷേ ഭാരമുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു. അവനും അത്ഭുത ശക്തികൾ തന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഖബറിന്റെ പഴയ കാവൽക്കാർ ഹസ്സൻ ബിൻ താബിദിന്റെ പിൻഗാമികളാണ്. അവർ വയസ്സന്മാരും ദുർബലരുമാണ്. സാധാരണ അവർക്ക് വീൽചെയറിന്റെ സഹായം വേണം. പക്ഷേ ഖബർ വൃത്തിയാക്കാൻ അകത്തു കയറുമ്പോൾ അവർക്ക് പെട്ടെന്ന് ശക്തി വരും. ഒരു ദൈവിക ഊർജം അവരെ സഹായിക്കുന്നത് പോലെ അവർ ജോലി തീർക്കും. മസ്ജിദ് നബവിയിൽ എല്ലാ ദിവസവും ആൾക്കൂട്ടമാണ്. ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ പോലീസ് ആളുകളെ പുറത്താക്കും. എല്ലാവർക്കും അവിടെ കൂടുതൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്. ഒരു അറബി മഗ്രിബ് വരെ അവിടെ തങ്ങാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. പോലീസ് അവനെ പുറത്താക്കാൻ പറഞ്ഞു. അവൻ മനസ്സിൽ അല്ലാഹുവിനോട് അപേക്ഷിച്ചു. പെട്ടെന്ന് മറ്റൊരു ഗാർഡ് വന്ന് അവനോട് മഗ്രിബ് വരെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവന്റെ പ്രാർത്ഥന അത്ഭുതകരമായി നടന്നു. ഒരു തുർക്കി സഹോദരൻ മറ്റൊരു കഥ പറഞ്ഞു. അവൻ മസ്ജിദിൽ നിന്നപ്പോൾ ഒരു അൽബേനിയനെ കണ്ടു. അവൻ നിയമപരമല്ലാതെ മദീനയിൽ താമസിച്ചു. പോലീസ് അവനെ പിടിച്ച് നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അവൻ 2 റക്അത്ത് നമസ്കരിച്ച് നബിയോട് കരഞ്ഞു. ഞാനെല്ലാം ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ജീവിക്കാൻ വന്നതാണ്, എന്തേ എന്നെ സഹായിക്കാത്തത്? അവൻ കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചു. പോലീസ് പോലും കരഞ്ഞു. അവനെ ജന്നത്തുൽ ബഖീയിലടക്കി. അവന്റെ പ്രാർത്ഥന അത്ഭുതകരമായി നടന്നു. എന്നേക്കും നബിയോടൊപ്പമായി. ഈ അത്ഭുതങ്ങൾ നബിതങ്ങളുടെ സാന്നിധ്യവും അല്ലാഹുവിന്റെ അനുഗ്രഹവും കാണിക്കുന്നു. നമുക്കവിടെ പോയി ആ ശാന്തി അനുഭവിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. നിനക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ കമന്റിൽ പറയൂ. നബിതങ്ങളുടെ പഠിപ്പിക്കലുകൾ പിന്തുടർന്ന് നമുക്ക് വിശ്വാസം കൂട്ടാം. അവന്റെ അത്ഭുതങ്ങൾ ഇന്നും നമ്മോടുള്ള സ്നേഹം കാണിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ അവന്റെ പഠിപ്പിക്കലുകൾക്ക് അനുസരിച്ചാണോ?